ഇതാണ് നമ്മുടെ വാസ്കോ ഡ ഗാമ റിസോർട്ടിൻ്റെ നേരം പുലർന്നപ്പോൾ ഉള്ള കാഴ്ചകൾ. വളരെ ഭംഗിയാണ് കാണാൻ. മരങ്ങളും ചെടികളും ഒക്കെ കൊണ്ട് നിറഞ്ഞൊരു മനോഹരമായൊരു സ്ഥലമാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ്. അപ്പോൾ ഇവിടെ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് ഏരിയ ഉണ്ട്. അല്ലാതെ ബാക്കി കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ അതിന് നമ്മൾ കയറി വരുന്ന ആദ്യം കൊണ്ടുപോകുന്ന പാർക്ക് ചെയ്ത എൻട്രൻസും ഉണ്ട്. പിന്നെ ചെറിയ വില്ലകൾ പോലുള്ള ബിൽഡിങ്ങും അവൈലബിൾ ആണ് ഇവിടെ. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസാണ്, നല്ല രസമുണ്ട്. നമുക്ക് അവിടെ ഇരിക്കുമ്പോഴും അവിടെ നടക്കുമ്പോഴും ഒക്കെ തന്നെ മനസ്സിന് നല്ല കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് ചെടികൾ, പിന്നെ അതുപോലെ തന്നെ മനോഹരമായൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ടിൽ. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത് അത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാര്യം അതിൻ്റെ ക്ലീനിങ് നടക്കുകയായിരുന്നു. അപ്പോൾ കറക്റ്റ് ആ ദിവസം തന്നെ ക്ലീനിങ് ആയതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും വളരെ മനോഹരമായൊരു വലിയൊരു സ്വിമ്മിംഗ് പൂള് തന്നെ ഉണ്ട്. അതിന് മുകളിലായിട്ടാണ് അവരുടെ മെസ്സ്. അപ്പോൾ അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ കിട്ടും. ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫുഡാണ്. ഇത് നമ്മൾ അതിനെ അകത്തുകൂടി ഒന്ന് കറങ്ങി ഓടി നടന്ന് ആ പ്രദേശങ്ങളൊക്കെ ഒന്ന് കണ്ടതാണ്. നല്ലൊരു രസമാണ് അവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നടന്ന് കാണാൻ. രാവിലെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലം. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട കാപ്പാട് കടപ്പുറം രാവിലത്തെ കാഴ്ചയാണ്. രാവിലെ ഒന്നുകൂടി നമ്മൾ ബീച്ചിൽ പോയി. രാവിലെ പിന്നെ ടിക്കറ്റൊന്നും എടുക്കേണ്ടി വന്നില്ല, എല്ലാവരും നടക്കാനൊക്കെ അതുവഴി പോകുന്നുണ്ട്. അതിനൊരു ചെറിയൊരു ഗേറ്റ് തുറന്നിട്ടുണ്ട്. അതുവഴി ഒന്ന് രാവിലെയുള്ള കാഴ്ചയിൽ കാപ്പാട് കടപ്പുറം. അപ്പോൾ അതുവഴിയൊക്കെ രാവിലെ നടക്കാനൊക്കെ നല്ല രസമാണ്. ഒരുപാട് ആൾക്കാരൊക്കെ പിന്നെ മോർണിംഗ് വാക്കിനൊക്കെ അവിടെ വരുന്നുണ്ട്, അതുവഴിയൊക്കെ നടക്കുന്നുണ്ട്. നല്ല രസമാണ്. രാവിലത്തെ കാഴ്ചയും മനോഹരമാണ്. ഇന്നലെ വൈകിട്ട് കണ്ടപ്പോൾ ഉള്ളത് നമ്മൾ ഇതിന് മുമ്പുള്ള എപ്പിസോഡിലിട്ടിരുന്നു. പിന്നെ നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് നേരെ തിരിച്ച് കോഴിക്കോട് സിറ്റിയിലേക്ക് പോവുകയാണ്. എന്താണ് നമ്മൾ കോഴിക്കോട് ബീച്ചൊക്കെ കാണാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ നമ്മുടെ കാപ്പാട് ബീച്ചിലേക്ക് ഇതാ സ്കൂൾ കുട്ടികളെ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് ബസ്സിലിറക്കുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവർ കാപ്പാട് കടപ്പുറം കാണാൻ വന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ കാപ്പാട് കടപ്പുറമൊക്കെ പിന്നിട്ട് നമ്മൾ കോഴിക്കോട് സിറ്റിയിലേക്ക് പോകുന്നു. രാവിലെ ഒരു ഉച്ച സമയമായപ്പോഴത്തേക്ക് പാരഗൺ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബിരിയാണി കഴിക്കാനായിട്ട് പാരഗൺ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നു. പിന്നെ അവിടുത്തെ ബിരിയാണി കഴിക്കാൻ മാത്രമല്ല, പൊതുവേ കോഴിക്കോടത്തെ ഫുഡിനെ കുറിച്ചും വലിയ പേരും പെരുമയുമാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് പാരഗൺ റെസ്റ്റോറൻറ്റ് അവസാനം ഗൂഗിൾ മാപ്പിട്ട് കണ്ടുപിടിച്ചു. അവിടെ സിറ്റിക്കകത്ത് തന്നെ ഒരു പുതിയ ഓവർ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് അവരെ പാർക്കിങ്. ഒരു വലിയ ആൽമരം നിൽപ്പുണ്ട്, അതിൻ്റെ സൈഡിലായിട്ടാണ് പാർക്കിങ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് പാർക്കിംഗ് ഇട്ട് നേരെ ഇരുന്ന് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാം എന്നുള്ളതായിരുന്നു ചിന്താഗതി. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ എപ്പോൾ ചെന്നാലും അവിടെ വലിയ ക്യൂ ആണ്, നല്ലൊരു ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെന്ന് പേര് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ആ ക്യൂവിൽ കാത്തു നിൽക്കുക നമ്മുടെ ഊഴത്തിനായിട്ട്. അപ്പോൾ അവർ പേര് വിളിക്കും. അപ്പോൾ പേര് വിളിച്ചിട്ട് നമുക്ക് പോയിരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാമെന്നുള്ളതാണ്. അപ്പോൾ 3-4 കൗണ്ടറുണ്ട്. ഒന്ന് എക്സിക്യൂട്ടീവ്, ഡീലക്സ് എക്സിക്യൂട്ടീവ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, പിന്നെ നോർമൽ കൗണ്ടറുണ്ട്. പിന്നെ നമ്മൾ ഡയറക്റ്റ് എന്ന് കയറിയിരിക്കുക. അപ്പോൾ അവിടുത്തെ ടേബിളെല്ലാം പൊതുവേ ഫില്ലായിരിക്കും. അപ്പോൾ നമ്മൾ കാത്തു നിന്ന് ഓരോരുത്തർ എണീക്കുന്നതനുസരിച്ച് നമ്മൾ ഇരിക്കേണ്ടി വരും. ഫാമിലിയായിട്ട് പോകുമ്പോഴത്തേക്ക് ഈ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ നമ്മൾ ഒരു ടേബിളിനായി കാത്തു നിന്നോ
വേണം കയറാൻ. അപ്പോൾ ഒരു മണിക്കൂർ കാത്തു നിന്നപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ആദ്യം വെള്ളം കൊണ്ടുവരും, പിന്നെ പ്ലേറ്റ് വന്നു, പിന്നെ അച്ചാർ വന്നു, ചമ്മന്തി വന്നു, അവസാനം ബിരിയാണി വന്നു. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ഫ്രൈ, ഫിഷ് ഫ്രൈ എല്ലാം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മട്ടൻ ബിരിയാണിയാണ്. അവിടുത്തെ മട്ടൻ ബിരിയാണി ഒരു രക്ഷയില്ല, ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും കഴിച്ചിരിക്കണം. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മുട്ടായി തെരുവ് എന്ന് പറയുന്ന ആ ഒരു വഴിയിലോട്ടാണ്. അപ്പോൾ ഈ മുട്ടായി തെരുവ് എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ അത് നേരിട്ട് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരു വലിയ സ്ട്രീറ്റാണത്. അപ്പോൾ അതിൽ എപ്പോഴും തിരക്കാണെന്ന് തോന്നുന്നു. നമ്മൾ ചെന്നപ്പോഴും നല്ല തിരക്കാണ്. അപ്പോൾ ആ മുട്ടായി തെരുവിൻ്റെ കവാടത്തിലേക്ക് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് പാർക്കിംഗ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും 1000 രൂപ വരെ ഫൈൻ അടിക്കും എന്ന് പറയുന്നു. പോലീസ് എപ്പോഴും കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകുന്നവർ, സാധാരണ അവിടെ ഉള്ളവർക്കും അല്ലാതെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, എന്നാലും പോയിട്ടില്ലാത്തവർ, ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി നമ്മൾ പറയുകയാണ്, അവിടെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കുക, പാർക്കിങ് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് മുട്ടായി തെരുവിൻ്റെ കാഴ്ച. ആ മുട്ടായി തെരുവിലേക്ക് നടന്ന് 2 സൈഡിലും എല്ലാ തരത്തിലുള്ള കച്ചവടക്കാരുമുണ്ട്. പിന്നെ വസ്ത്രങ്ങളായാലും, പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോഴിക്കോടൻ ഹൽവ. ഇത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രതിമയാണ്. അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ കിടക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഒരു കട്ടൻ അടിച്ചു. അപ്പോൾ ആ പഴയ രാധാ തിയേറ്റർ കാണാം. അവിടെ ഏറ്റവും റിലീസ് പടങ്ങളാണ് ഇപ്പോൾ ഓടുന്നത്. രാധാ തിയേറ്റർ അതുപോലെ തന്നെ പഴയ രീതിയിൽ നിൽപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോടൻ ഹൽവ, ഇപ്പോൾ കാന്താരി മുളകിൻ്റെ വരെ ഹൽവ അവിടെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ലോകത്തുള്ള എല്ലാ ഹൽവയും അവിടെ കിട്ടും. അപ്പോൾ അതൊക്കെ രുചിച്ചു നോക്കാം. അത് മേടിക്കണമെങ്കിൽ മേടിക്കാം, മേടിക്കാതെ തന്നെ രുചിച്ചു നോക്കാനും അവർ തരും. നന്നായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ മുട്ടായി തെരുവിൽ നിന്നും വീണ്ടും തിരിച്ച് നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ കോഴിക്കോട് ബീച്ച് കാണാനായിട്ട് പോകുന്ന ഇതാണ്. പക്ഷേ നല്ല തിരക്കാണ് കേട്ടോ, നല്ല ട്രാഫിക്കാണ്. ഈ സിറ്റിക്കകത്ത് വൈകുന്നേരമായാലും രാവിലെ ആയാലും എപ്പോഴും നോക്കിയാലും നല്ല ട്രാഫിക്കാണ്. കാര്യം പഴയ ബിൽഡിങ്ങിനിടയ്ക്കൂടെയുള്ള ചെറിയ ചെറിയ റോഡുകളും അതൊക്കെ കടന്ന് വേണം നമ്മൾ പിന്നെ കോഴിക്കോട് ബീച്ചിലെത്താൻ. ഇനി കോഴിക്കോട് ബീച്ചിൻ്റെ കാഴ്ചകൾ. ഇങ്ങനെയുള്ള ഈ മനോഹരമായ കാഴ്ചകൾ ബീച്ചിലുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റി. അവിടെ ഉള്ള അഴുക്ക് വെള്ളം ആ കടലിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു ചാലല്ല, 1-2 ചാലുകൾ അവിടെ കാണാം. അത് ഈ കടൽ വെള്ളത്തിലേക്ക് പോകുന്നതാണ്. അത് അധികൃതർ അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒഴുക്കി വിടില്ലല്ലോ. അത് വളരെ മോശമായും വളരെ പ്രയാസം തോന്നിയ ഒരു കാര്യമാണ്. അതൊരിക്കലും പാടില്ല. അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അഴുക്ക് വെള്ളം തന്നെയാണ് പോകുന്നത്. ഞാൻ ശ്രദ്ധിച്ചു നോക്കി, അഴുക്ക് വെള്ളമാണ്. ഓടയിൽ നിന്ന് വരുന്ന അഴുക്ക് വെള്ളമാണ് കടലിലേക്ക് ഒഴുക്കി വിടുന്നത്. അല്ലാതെ മൊത്തത്തിൽ ഈ കോഴിക്കോട് ബീച്ച് ഗംഭീരമാണ്. അപ്പോൾ പിന്നെ ഒരു മനോഹരമായ കാഴ്ച കാണാൻ പറ്റിയതെന്ന് പറയുന്നത്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അന്ന് അവിടെ നടക്കുകയായിരുന്നു. അത് തൊട്ട് തലേദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തത്. അതിനോടനുബന്ധിച്ച് പല സാഹിത്യകാരന്മാരും അവരുടെ പ്രഭാഷണങ്ങളും അവരുമായിട്ടുള്ള സംവാദങ്ങളും പിന്നെ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന് ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താണ് പറയുക, ഒരു വലിയൊരു ബുക്ക് ഫെസ്റ്റ്
ഒരു വലിയൊരു ഹാൾ അത് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടും സമൃദ്ധമായിരുന്നു കോഴിക്കോട് ബീച്ച് നമ്മൾ പോയ ആ ദിവസം കാണുവാൻ. അപ്പോൾ അതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം കൂടി നമുക്ക് ലഭിച്ചു. കുറ്റശിക്ഷയിൽ പറഞ്ഞുകൊണ്ടാണ്, മനുഷ്യകുലത്തോട് മുഴുവൻ മാപ്പ് പറഞ്ഞുകൊണ്ടാണ് പ്രസ്താവനയ്ക്കൊപ്പം എന്ന് പറയുന്ന ആദർശധീരനായ. പിന്നെ കോഴിക്കോട് ബീച്ചിലെ ഏറ്റവും ഫേമസ് ആയ ചുരണ്ടി ഐസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് അതൊക്കെ കഴിച്ചു. അവിടെ ഒന്ന് കറങ്ങി നമ്മൾ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് ചെയ്തത്. അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പാരഗൺ റെസ്റ്റോറൻറ്റ് പോലെ തന്നെ ഫേമസ് ആയ റഹ്മത്ത് റെസ്റ്റോറൻറ്റിലെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത് ബീഫ് ബിരിയാണിയാണ്. അവിടുത്തെ ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല. അതിനോട് ചേർന്നൊരു ചെറിയൊരു കടയുണ്ട്, ഈ കുടുക്ക എന്ന് പറഞ്ഞത്. അവിടുത്തെ ആ സർബത്ത് പോലൊരു സാധനം കിട്ടും, വളരെ അടിപൊളിയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ പോകുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കണം. ഈ കുടുക്ക ഒരു മൺ പാത്രത്തിലൊക്കെയാണ് അത് തരുന്നത്. കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളൊരു സാധനമാണ്. അതിനുശേഷം നമ്മളവിടെ നിന്ന് പുറപ്പെട്ട് വന്ന് പിറ്റേന്ന് ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രവീണിൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിനായി ഇറങ്ങുകയും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാങ്ങാക്കറിയൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിച്ച് അങ്ങനെ കോഴിക്കോടിനോട് വിട പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ കടപ്പുറം ഒക്കെ മാടി വിളിക്കുന്ന പോലെ തോന്നി. ഇനി എപ്പോഴെങ്കിലും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടെ ബൈ.